Hello, guten Tag. This is Anushree from Metaphora Language Academy. Last video we എന്താണ് accusative എന്ന് പഠിച്ചു. ഇനി നമ്മൾ എന്താണ് accusative preposition എന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് 7 accusative preposition ആണ് ഉള്ളത്. ഈ 7 എണ്ണത്തിനെ നമ്മൾ ഷോർട്ട് ഫോം ആക്കിയിട്ട് ഗോഡ്ഫൂബെ എന്ന ഒരു കോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. G denote for gegen, O denote for one, D durch, F für, U B bis, E entlang. ഇതാണ് നമ്മളെ 7 accusative preposition. ഇനി ഇതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗേഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ again, ഓനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട്, ഡൂർഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ, ഫ്യോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്, ബിസ്, ടിൽ, എൻഡ്ലാൻഡ്, എലോങ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ജി ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണ്? ഗേഗൻ എന്നാണ്. ഗേഗന്റെ മീനിങ് വരുന്നത് എഗെയിൻസ്റ്റ് എന്നാണ്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വി ഹാവ് നിഷ്ട് ഗേഗൻ ഡിഹ് എന്നാണ് നമ്മൾ എക്സാമ്പിൾ. മീനിങ് വരുന്നത് വി ഹാവ് നത്തിങ് എഗെയിൻസ്റ്റ് യു. സോ നമുക്ക് ഈ എക്സാമ്പിൾ നോക്കിയാൽ അറിയാം, ഇവിടെ ലാസ്റ്റ് ഡിഹ് എന്നാണ് വന്നത്. ഡിഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്യൂസാറ്റീവ് പേഴ്സണൽ പ്രൊണോമൻ ആണ് ഡിഹ്. ഇവിടെ ഡിഹ് വരാൻ കാരണം ഗേഗൻ എന്ന അക്യൂസാറ്റീവ് പ്രൊപ്പോസിക്സിയോൺ നമ്മൾ യൂസ് ചെയ്തത് കൊണ്ടാണ് അവിടെ ഡിഹ് എന്ന പേഴ്സണൽ പ്രൊണോമൻ വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ഒ ആണ്. ഓനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഓനെ എന്നാണ്. ഇതിന് മീനിങ് വരുന്നത് വിത്തൗട്ട് എന്നാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വിയർ ഗെയിൻ ഓനെ ഡിഹ് നാഹ് ബെർലിൻ എന്നാണ് എക്സാമ്പിൾ. ഇതിന്റെ മീനിങ് വരുന്നത് വി ആർ ഗോയിങ് ബെർലിൻ വിത്തൗട്ട് യു. സോ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഓനെ കഴിഞ്ഞിട്ട് അടുത്ത് വന്ന എന്താണ്? ഡിഹ് ആണ്. ഡിഹ് എന്താണ്? ഒരു അക്യൂസാറ്റീവ് പേഴ്സണൽ പ്രൊണോമൻ ആണ്. സോ ഒരു അക്യൂസാറ്റീവ് പ്രൊപ്പോസിക്സിയോൺ കഴിഞ്ഞിട്ട് എപ്പോഴും ഒന്നെങ്കിൽ ഒരു അക്യൂസാറ്റീവ് പേഴ്സണൽ പ്രൊണോമൻ അല്ലെങ്കിൽ ഒരു അക്യൂസാറ്റീവ് നൗൺ ആണ് വരുന്നത്. സോ അടുത്ത ലെറ്റർ ആണ് ഡി. ഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡൂർഷ് എന്നാണ്. മീനിങ് വരുന്നത് ത്രൂ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വി ആർ ലൗഫൻ ഡൂർഷ് ഡെൻ വാൾഡ്. ഇതിന്റെ മീനിങ് വരുന്നത് വി ആർ വാക്കിംഗ് ത്രൂ ദ ഫോറസ്റ്റ് എന്നാണ്. നമ്മുടെ ഈ ഫോറസ്റ്റിന്റെ ജർമ്മൻ വരുന്നത് ഡർ വാൾഡ് എന്നാണ്. സോ ഇവിടെ ഡൂർഷ് എന്ന് നമ്മൾ യൂസ് ചെയ്തു. എന്താണ് ഡൂർഷ്? എന്താണ്? അക്യൂസാറ്റീവ് പ്രൊപ്പോസിക്സിയോൺ ആണ്. സോ അക്യൂസാറ്റീവ് പ്രൊപ്പോസിക്സിയോൺ ഡൂർഷ് നമ്മൾ യൂസ് ചെയ്തത് കൊണ്ട് അവിടുത്തെ ഡർ വാൾഡ് എന്തായി? ഡെൻ വാൾഡ് ആയി. സോ അടുത്ത ലെറ്റർ ആണ് എഫ്. എഫിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഫ്യോർ എന്നാണ്. മീനിങ് വരുന്നത് ഫോർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഷ് കൗഫെ ദസ് ഔട്ട് ഓഫ് ഫ്യോർ മൈനൻ സോൺ. ഇതിന് മീനിങ് വരുന്നത് ഐ ആം ബൈയിങ് എ കാർ ഫോർ മൈ സൺ എന്നാണ്. സോ നമുക്ക് ഇവിടെ നമ്മളെ അക്യൂസാറ്റീവ് പ്രൊപ്പോസിക്സിയോൺ വരുന്നത് ഫ്യോർ എന്നാണ്. ഫ്യോർ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് മൈനൻ സോൺ എന്നാണ്. സോ ഇവിടെ മൈനൻ സോൺ എന്ന് വരാൻ കാരണം നമ്മൾ അക്യൂസാറ്റീവ് പ്രൊപ്പോസിക്സിയോൺ ആയിട്ടുള്ള ഫ്യോർ യൂസ് ചെയ്തതുകൊണ്ടാണ്. മൈൻ സോണിന് പകരം എന്തായി? അതെന്ത് അക്യൂസാറ്റീവ് ആയതുകൊണ്ട് എന്തായി മാറി? മൈനൻ സോൺ ആയി. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ യു ആണ്. യുവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്നാണ്. മീനിങ് വരുന്നത് അറ്റ്. സോ ഇതിന്റെ എക്സാമ്പിൾ നോക്കാം. ഡർ സുഖ് ഫാർട്ട് സെയിൻ ഊഹർ ആപ്പ്. എന്താണ് മീനിങ്? ദ ട്രെയിൻ ഡിപ്പാർട്ട്സ് അറ്റ് 10 o'clock എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത് ഒരു എക്സാക്ട് ടൈമിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എന്ന് പറയുന്ന അക്യൂസാറ്റീവ് പ്രൊപ്പോസിക്സിയോൺ യൂസ് ചെയ്യുന്നത്. സോ നമ്മളെ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ബി ആണ്. ബിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ബിസ് എന്നാണ്. മീനിങ് വരുന്നത് ടിൽ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡർബുസ് ഗേറ്റ് ബിസ് തൃശൂർ. എന്താണ് മീനിങ്? ദ ബസ് ഗോസ് ടിൽ തൃശൂർ. ബിസ് എന്നുള്ള പ്രൊപ്പോസിക്സിയോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് ടിൽ എന്നുള്ളൊരു എന്താണ് മീനിങ്ങിലേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മളെ ലാസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഇ ആണ്. ഇനെ റെപ്രസെന്റ് ചെയ്യുന്നത് എൻഡ്ലാങ് എന്നാണ്. മീനിങ് വരുന്നത് എലോങ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഗേറ്റ് ഡി സ്ട്രാസെ എൻഡ്ലാങ് എന്നാണ്. ഇതിന് മീനിങ് വരുന്നത് ഹി ഗോസ് എലോങ് ദ സ്ട്രീറ്റ്. സോ നമ്മൾ എൻഡ്ലാങ് എന്ന് പറയുന്ന അക്യൂസാറ്റീവ് പ്രൊപ്പോസിക്സിയോൺ നമ്മൾ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെന്റൻസിന്റെ ലാസ്റ്റിലായിരിക്കും. സോ ഇവിടെ കണ്ടില്ലേ, ഗേറ്റ് ഡി സ്ട്രാസെ എൻഡ്ലാങ്. സോ എന്താണ് അക്യൂസാറ്റീവ് പ്രൊപ്പോസിഷൻസ് എന്ന് ക്ലിയർ ആയില്ലേ? ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യൂസാറ്റീവ് പ്രൊപ്പോസിഷൻ കഴിഞ്ഞാൽ വരുന്ന പേഴ്സണൽ പ്രൊണോമൻ അല്ലെങ്കിൽ നൗൺ എപ്പോഴും അക്യൂസാറ്റീവ് കേസിലായിരിക്കും. സോ ഇതുപോലത്തെ മോർ ഇൻഫോർമേറ്റീവ് ജർമ്മൻ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ചൂസ്.